ദുഃഖ വെള്ളിയാഴ്ചയ്ക്ക് നമ്മൾ സാധാരണ കഞ്ഞി, കടുമാങ്ങ, പയറുതോരൻ, പപ്പടം ഒക്കെയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെ റെസിപ്പിയും അതുപോലെ ദുഃഖ വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്നതും അവിടെ കഞ്ഞി വിളമ്പുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഞാൻ 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾക്ക് ദുഃഖ വെള്ളിയാഴ്ചയുടെ റെസിപ്പീസൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഞാൻ ആ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾ കയറി ഒന്ന് കണ്ടു നോക്കണേ. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്കറിയാം ഒരു കാര്യം, എല്ലാ വർഷവും ഈസ്റ്റർ കഴിഞ്ഞ ശേഷം നമ്മുടെ ഈസ്റ്റർ വീഡിയോസിൻ്റെ താഴെ കുറേ കമൻസ് വരും. അതായത് ഈസ്റ്ററിന് അവർ നമ്മുടെ ഈ സ്പെഷ്യൽ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് ഒരുപാട് ഗസ്റ്റൊക്കെ അവരോട് നല്ല അഭിപ്രായം പറഞ്ഞ് ഇത്ര നല്ല ടേസ്റ്റ് ഉണ്ട്, ഇത് എവിടെ നിന്നാണ് കിട്ടിയെന്നൊക്കെ ഈ റെസിപ്പി എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് കമൻസ് വരാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി നോക്കാം, മനസ്സിലാവും ഞാൻ പറഞ്ഞത് കറക്റ്റാണെന്ന്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈസ്റ്ററിൻ്റെ കുറേ റെസിപ്പീസ് എന്ത് ക്യാപ്ഷൻ പറയുന്നു അതേ ടേസ്റ്റ് കിട്ടുന്ന രീതിയിലുള്ള റെസിപ്പീസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് വർഷങ്ങളായിട്ട് നമ്മുടെ ബീഫും മട്ടനും ഒക്കെ അതുപോലെ തന്നെ ട്രൈ ചെയ്യുന്നവരുണ്ട്. അതുപോലെ ഞാനതിലൊരു ചിക്കൻ മപ്പാസിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. ആ ചിക്കൻ മപ്പാസ് മാത്രം എല്ലാ ബ്രേക്ക്ഫാസ്റ്റിനും, എല്ലാ ഈസ്റ്റർ ബ്രേക്ക്ഫാസ്റ്റിനും ആ ചിക്കൻ മപ്പാസ് തയ്യാറാക്കുന്നവർ വർഷങ്ങളായിട്ട് അതേ റെസിപ്പി തയ്യാറാക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ടേസ്റ്റുള്ള റെസിപ്പീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇപ്രാവശ്യത്തെ ഈസ്റ്ററിന് അതേപോലെ അടിപൊളിയായിട്ടുള്ള ഡിഷസ് നല്ല സൂപ്പർ ടേസ്റ്റ് തയ്യാറാക്കി സ്റ്റാർ ആകണമെങ്കിൽ, വിരുന്നുകാരെയൊക്കെ ഒന്ന് ഞെട്ടിക്കണമെങ്കിൽ, നിങ്ങളുടെ കൈപ്പുണ്യമൊക്കെ അവരും കൂടെ ഒന്ന് അറിയട്ടെന്നേ. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെയോ അല്ലെങ്കിൽ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളും കയറി ഒന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.